Kavita Gold and Diamonds. Choose your special. കൂടപ്പിറപ്പിന് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെ ജീവനക്കാരും ബസ് ഉടമകളും ഒന്നിച്ചു. കൊണ്ടോട്ടി ഫറൂഖ് റൂട്ടിലോടുന്ന ബസ് ജീവനക്കാരനായിരുന്ന അന്തരിച്ച സക്കീറിന്റെ കുടുംബത്തെ സഹായിക്കാനായി കൊണ്ടോട്ടിയിലെ 50 ബസ്സുകളാണ് സർവീസ് നടത്തിയത്. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് 50 ബസ്സുകൾ വ്യാഴാഴ്ച സർവീസ് നടത്തിയത് ഒരു ബസ് ജീവനക്കാരന്റെ കുടുംബത്തിനെ സഹായിക്കാനായിരുന്നു. കൂടപ്പിറപ്പിന് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ ബസ് ജീവനക്കാരും ബസ് ഉടമകളും ഒന്നിച്ചപ്പോൾ അവർ നീട്ടിയ ബക്കറ്റുകളിലേക്ക് സുമനസുകൾ കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി. കൊണ്ടോട്ടി ഫറൂഖ് റൂട്ടിലോടുന്ന ബസ് ജീവനക്കാരനായിരുന്ന അന്തരിച്ച സക്കീറിന്റെ കുടുംബത്തെ സഹായിക്കാനായിരുന്നു ഈ ഓട്ടം. കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചുള്ള ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ഫറൂഖ് കൊണ്ടോട്ടി റൂട്ടിലെ മുഴുവൻ ബസ്സുകളും മറ്റു റൂട്ടുകളിലെ ഏതാനും ബസ്സുകളുമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സർവീസ് നടത്തിയത്. കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാരും ബസ് ഉടമകളും തൊഴിലാളികളും ക്ലബ് പ്രവർത്തകരും ചേർന്ന് ജനകീയ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ കലക്ഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടപ്പുറപ്പായിട്ട് നമ്മളിപ്പം വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സക്കീർ മരണപ്പെട്ട് ഒരു സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് തലേന്ന് വരെ ബസ് പോയിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മറ്റേ ഫുട്ബോൾ മേളയൊക്കെ ആയിട്ട് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുഖമില്ലായ്മ അസുഖം ബാധിക്കുന്നതും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നും ഞങ്ങളെ വിട്ടുപിരിയുന്നു. അപ്പോൾ ആ കുടുംബത്തെ ഒരു സഹായിക്കുക എന്നുള്ള ഒരു വീട് വെച്ചിട്ടുണ്ട്. ഒരുപാട് കടങ്ങൾ നാട്ടിൽ ഈ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് കുറച്ച് കടങ്ങളുണ്ട്. ആ ബാധ്യത ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഭാര്യ 4 മക്കളും ചെറിയ 2 വയസ്സായ ഒരു കുട്ടി അടക്കമുള്ള ഒരു തൊഴിലാളിയായിരുന്നു. വർഷങ്ങളായി സൗമ്യനായിട്ടുള്ള ഒരു തൊഴിലാളി നമ്മളെ സ്റ്റാൻഡിലുണ്ടായിരുന്നതാണ്. ആരുമായിട്ട് പ്രശ്നങ്ങളുമില്ല. നല്ലൊരു പൊതുപ്രവർത്തനം കൂടിയായിരുന്നു ഞങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിരുന്ന. അയാളെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയതാണ്. അപ്പോൾ അയാളെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് മുമ്പും ഞങ്ങൾ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സഹായ സമിതി പ്രസിഡന്റ് ചീരങ്ങൻ മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുഞ്ഞിക്ക ഉർവര, നജീബ് ടീപ്പിസ്, ജയശങ്കർ ബാബു, വാർഡ് മെമ്പർമാരായ ഷംല ഷെരീഫ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. കാരുണ്യ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ യാത്രക്കാർ നൽകിയ തുക സമാഹരിച്ച് അടുത്ത ദിവസം കുടുംബത്തിന് കൈമാറും.